ഹലോ മക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ICR രജിസ്ട്രേഷൻ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നടക്കുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ രാവിലെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ എന്താ പറയുക, ശാരീരിക അവസ്ഥ അത്ര നല്ലതല്ലാത്തതുകൊണ്ടാണ് എന്ത് ചെയ്തത്, എനിക്ക് ഇടാൻ കഴിയാത്തത്. സോ ഇന്ന് നമ്മുടെ ഡേറ്റ് എന്ത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി ചെയ്യാൻ വേണ്ടി കഴിയും. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന കാര്യം ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുക. എന്തെങ്കിലും എഡിറ്റ് വരുത്താനുണ്ടെങ്കിലും എന്ത് ചെയ്യുക, ഇന്നത്തേക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് തീർക്കുക. ഓൾസോ ചില കുട്ടികൾ പ്രിഫറൻസ് ഓർഡർ ചെയ്യാനുള്ള ഇത് കാണുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊള്ളാം. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫീ പേയ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്തുള്ളൂ, നിങ്ങളുടെ പ്രിഫറൻസ് ഓർഡർ സെറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ CUET സ്കോർ കുറഞ്ഞ കുട്ടികൾ, അതായത് CUET സ്കോർ കുറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്തില്ല, ICR അഗ്രികൾച്ചർ എന്ന് പറഞ്ഞൊരു കോഴ്സ് നിങ്ങൾക്ക് കയറാൻ വേണ്ടി കഴിയത്തില്ല. പക്ഷേ ഈ കുട്ടികൾക്ക് 10th-ലും +2-ലും ഒക്കെ എന്ത് ചെയ്യും, നല്ല മാർക്കുള്ള കുട്ടികളായിരിക്കും, ഫുൾ A+ഓടൊക്കെ പാസ്സായ കുട്ടികളൊക്കെ ആയിരിക്കും. ഓക്കെ, അതും ഒരുപാട് പാരൻസ് നമ്മളോട് വിളിച്ച് പറഞ്ഞ ഒരു കാര്യമായിരുന്നു. എന്താണ്, അവരുടെ മക്കൾക്ക് എന്ത് ചെയ്യുന്നില്ല, CET-ക്ക് സ്കോർ കുറവാണ്, പക്ഷെ 10th-ഉം +2-ലും വരെ നല്ലോണം പഠിച്ചുകൊണ്ടിരുന്ന മക്കളാണ്, എല്ലാത്തിനും ഫുൾ A+ വാങ്ങിച്ച മക്കളാണ്. പക്ഷെ എന്ത് ചെയ്യുന്നു, CUET എഴുതിയപ്പോൾ മാർക്ക് കുറവാണ് എന്നൊക്കെ പറഞ്ഞു, മാർക്ക് കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളുടെ പാരൻസ് നമ്മളുടെ അടുത്ത് വിളിച്ച് ഇങ്ങനെ അവരുടെ ആശങ്ക പറയുന്നുണ്ടായിരുന്നു. അവർക്ക് എവിടെയെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ 10th-ഉം +2-ന്റെയും മാർക്ക് ബേസ് ചെയ്തിട്ട് ICR-ൽ തന്നെ, ICR-ന്റെ അക്രിഡേഷനോട് കൂടി തന്നെ ഉള്ള ഒരു കോളേജ്, NIAC അക്രിഡേഷനോട് കൂടി, NIAC-യുടെ ടോപ്പ് അക്രിഡേഷനോട് കൂടിയുള്ള ഒരു കോളേജിലോട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഒരു അവസരം, ഒരു സുവർണ അവസരം നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അത് ആ ഒരു യൂണിവേഴ്സിറ്റി ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്, IGKV. ഒരു കാര്യം പ്രത്യേകിച്ച് പറഞ്ഞോളാം, യൂണിവേഴ്സിറ്റിയുടെ പേര് കേട്ട ഉടനെ നിങ്ങൾ ഓടിപ്പോയി ആ വെബ്സൈറ്റ് ഒക്കെ തുറന്നു നോക്കിയിട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ എല്ലാം മനസ്സിലായെന്ന് വരത്തില്ല. നിങ്ങൾ ചെയ്യേണ്ട പല കാര്യങ്ങളും നിങ്ങൾ മിസ് ചെയ്യാം. സോ ഈ വീഡിയോ നിങ്ങൾ കാണുക, നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ഓപ്ഷൻസ്, എന്തൊക്കെയാണ് നിങ്ങളുടെ അവൈലബിലിറ്റി എന്നുള്ള കാര്യം ഞാൻ എന്ത് ചെയ്യാം, പറയാം. അതെല്ലാം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സിലോട്ട് പോകുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റ് IGKV എന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇന്ദിരാഗാന്ധി കൃഷി വിശ്വവിദ്യാപീഠം എന്നാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, ഈ വെബ്സൈറ്റിന്റെ പേര്. IGKV എന്ന് മാത്രം അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വെബ്സൈറ്റ് കിട്ടും. അപ്പോൾ ആ വെബ്സൈറ്റിൽ കയറിക്കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ റൈറ്റ് ഹാൻഡ് കോർണറിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻസ് എന്ന് പറഞ്ഞ് കാണാം. ഈ അഡ്മിഷൻസിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ഓപ്ഷൻസ് ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പം പ്രത്യേകിച്ച് ഓർക്കുക, CET-ൽ സ്കോർ കുറവാണ്, പക്ഷെ അഗ്രികൾച്ചർ മാത്രമേ ഞാൻ പഠിക്കുന്നുള്ളൂ, അഗ്രികൾച്ചർ മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഓപ്ഷൻ പറയുന്നത്. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം കൂടെ ഞാൻ എന്ത് ചെയ്യാം, ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇവിടെ ഛത്തീസ്ഗഡിലാണ് നമ്മുടെ ഈ കോളേജ് വരുന്നത്. അപ്പോൾ ഛത്തീസ്ഗഡിൽ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എക്സാം ഉണ്ട്. ഓക്കെ, ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. അതുകൂടാതെ അതർ സ്റ്റേറ്റ്സിലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ 10th-ഉം +2-ന്റെയും മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അഡ്മിഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അഡ്മിഷനിലോട്ട് നിങ്ങൾ എടുക്കണമെങ്കിൽ നിങ്ങൾ ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇവിടെ ആദ്യം കാണുന്നത് UG കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് കാണാം, പിന്നെ PG PhD കാണാം. UG ആണല്ലോ നമ്മൾ എടുക്കുന്നത്. UG എടുത്തിട്ട് നേരെ ലാസ്റ്റത്തെ ഓപ്ഷനിലോട്ട് പോവുക. PAT 10th +2 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കാണാം. ഓക്കെ, ഈ 10th +2-യുടെ ബേസിലാണ് നമുക്ക് തരുന്നത്. PAT-യുടെ ബേസിലായിരിക്കും അവിടുത്തെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ 10th +2 എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഈ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ഇവിടെ റൈറ്റ് സൈഡിൽ വേറൊരു ഓപ്ഷൻ വന്നു. ഇത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവരുടെ നോട്ടീസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ നോട്ടീസ് പ്രകാരം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ 3-ാം തീയതി, അതായത് നാളേക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, നിങ്ങളുടെ സീറ്റ് അവിടെ ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പം 31-ാം തീയതിയാണ് ഇതിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചത്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ എന്തായിരുന്നു, നമ്മുടെ ICR കൗൺസിലിംഗിലെ രജിസ്ട്രേഷൻ ചോയ്സ് ഫില്ലിംഗ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നത്. ഓൾമോസ്റ്റ് 300+ കുട്ടികൾ നമ്മുടെ കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. അവരിൽ നമ്മൾ തന്നെ ചോയ്സ് ഫില്ലിംഗ് പലർക്കും ചെയ്തു കൊടുത്തു. കുറച്ച് കുട്ടികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്വന്തമായിട്ട് ചോയ്സ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കുട്ടികൾക്ക് നമ്മൾ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും നമ്മൾ തന്നെ പ്രിഫറൻസ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ റാങ്ക് വൈസും കാര്യങ്ങളൊക്കെ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി അതേപോലെ തന്നെ ഒരുപാട് കുട്ടികൾക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പലരെയും ഇന്നലെയും മെനഞ്ഞാന്നായിട്ട് എനിക്ക് പലരുടെയും കോൾ എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും രജിസ്ട്രേഷനിൽ ബുദ്ധിമുട്ട് നേരിട്ട കുട്ടികളാണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്ന് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്ന് ഇത്തിരി കൂടെ ഫ്രീ ആണ് ഞാൻ ഇന്ന്
ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെ സ്ട്രെസ് കാരണം എനിക്ക് മാക്സിമം കോളുകൾ ഞാൻ അവോയ്ഡ് ചെയ്യേണ്ടി വന്നു. ഇന്ന് ഇത്തിരി കൂടെ ഫ്രീ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യാം. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കേണ്ട, എല്ലാവരുടെയും കോൾ എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാം. അപ്പോൾ നമ്മുടെ ഈ നോട്ടീസ് പ്രകാരം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇതാണ്. നിങ്ങൾക്ക് 3-ാം തീയതി എന്ന് കാണാം. 3-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ ചെയ്യണം. 11:30 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, രാത്രി സമയം തന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ രജിസ്ട്രേഷൻ ചെയ്യുക. എന്നിട്ട് അടുത്ത ദിവസം 4-ാം തീയതിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫീ പേയ്മെന്റ് നടത്താനുള്ള ലാസ്റ്റ് ഡേറ്റ് തന്നിട്ടുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള മെയിൻ കാര്യമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. ഹിന്ദി അത്യാവശ്യം നല്ലോണം അറിയാവുന്ന കുട്ടികൾക്ക് കുഴപ്പമില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ 5 തൊട്ട് 7 വരെയുള്ള തീയതികളിൽ നിങ്ങൾ അവിടെ ഫിസിക്കൽ വെരിഫിക്കേഷന് വേണ്ടി പോകണം. ഓക്കെ, നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാമായിട്ട് നിങ്ങൾ അവിടെ പോകേണ്ടതുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ ഹാജരായിട്ട് നിങ്ങളുടെ എന്ത് ചെയ്യണം, നിങ്ങളുടെ കൗൺസിലിംഗ് നിങ്ങൾ അവിടെ പങ്കെടുക്കണം. ഓക്കെ, ഓഫ്ലൈൻ കൗൺസിലിംഗ് ആണ്, ഓൺലൈൻ കൗൺസിലിംഗ് അല്ല. ഓഫ്ലൈൻ ആയിട്ടുള്ള കൗൺസിലിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ പോയി പങ്കെടുത്തിട്ട് അവരുടെ ഇതനുസരിച്ചിട്ട് നിങ്ങളുടെ ഇതനുസരിച്ച് +ന്റെയും 10ന്റെയും മാർക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓരോ ക്യാമ്പസ് എന്ത് ചെയ്യും, അവർ അലോട്ട് ചെയ്യും. അപ്പോഴും നിങ്ങളുടെ ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ എത്ര സീറ്റാണ് വേക്കൻ്റ് ആയിട്ട് ഉള്ളതെന്നായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇവിടെ വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റിന്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആദ്യം കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഓൾമോസ്റ്റ് 600+ എന്ത് ചെയ്യുന്നുണ്ട്, സീറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ വേക്കൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, 600+ സീറ്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വേക്കൻ്റ് ആയിട്ടുണ്ട്. സോറി, ഇതല്ല. ഓക്കെ, സെക്കൻഡ് ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റ്സിന്റെ എണ്ണം കാണാൻ കഴിയും. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഇതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് വേക്കൻ്റ് ആയിട്ടുള്ള ഈ സീറ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ കഴിയും. ഓക്കെ, അതുപോലെ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അഗ്രികൾച്ചർ കോളേജ് എന്ന് ഇവിടെ കാണാം, CSC എന്ന് കാണാം. അതേപോലെ താഴെ പോകുമ്പോൾ നെക്സ്റ്റ് വേറെ ഒരു ഗ്രൂപ്പ് ഓഫ് കോളേജസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നത് കാണാം. ഈ സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നതും ഇതും കൂടെ ചേർക്കുമ്പോൾ അതൊക്കെ ഇവിടെ റൈറ്റിൽ കാണാൻ കഴിയുന്ന പോലെ 199 സീറ്റ്സ് ആണ്. നമുക്ക് ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന കോളേജസ് എന്ന് പറയുമ്പോൾ ഫുൾ ഗവൺമെന്റ് കോളേജസ് ആണ്. ഓക്കെ, ഫുൾ ഗവൺമെന്റ് കോളേജസ് ആണ്. താഴെ കൊടുത്തിരിക്കുന്ന ഈ സെപ്പറേറ്റ് വിഭാഗം എന്ന് പറയുമ്പോൾ ഫുൾ പ്രൈവറ്റ് കോളേജസ് ആണ്. ആ പ്രൈവറ്റ് കോളേജസിൽ 546 സീറ്റ്സ് ആണ് വേക്കൻ്റ് ആയിട്ടുള്ളത്. ഇതാണ് നിങ്ങൾക്ക് ഞാൻ മുകളിലോട്ടാക്കി 546 സീറ്റ്സ് ആണ് വേക്കൻ്റ് ആയിട്ടുള്ളത്. ആൻഡ് മുകളിലുള്ള ഗവൺമെന്റ് സീറ്റ്സിൽ 199 സീറ്റ്സ് ഉണ്ട്. ഓൾമോസ്റ്റ് 600+ സീറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ വേക്കൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, 600-700 അടുപ്പിച്ച് സീറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ വേക്കൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കോളേജിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ ഈ പ്രൊസീജിയേഴ്സ് നിങ്ങൾ ഫോളോ ചെയ്യണം. അവിടെ ഡയറക്റ്റ് ഫിസിക്കൽ വെരിഫിക്കേഷന് പോകണം. അപ്പം ഡയറക്റ്റായിട്ട് അവിടെ പോകാൻ കഴിയാത്ത മക്കളൊക്കെ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഇത് ശ്രദ്ധിക്കാതിരിക്കുക. ഡയറക്റ്റായിട്ട് പോകാൻ വേണ്ടി അഗ്രികൾച്ചർ പഠിച്ചേ തീരുമെന്നുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ പോവുക. എന്നാൽ ഇത് നിങ്ങൾക്കുള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ബെസ്റ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഇത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതാണ് നിങ്ങളുടെ പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ സൈനപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ സൈനപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്ത് ചെയ്യും, സ്റ്റെപ്സുകൾ തുടങ്ങി. ഇവിടെ നിന്നാണ് നിങ്ങളുടെ എന്ത് ചെയ്യുന്നത്, സ്റ്റെപ്സ് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങളുടെ 12% കൊടുക്കുക. PAT മാറ്റി 12% കൊടുക്കുക. റോൾ നമ്പർ ഓഫ് 12th നമ്പർ ചോദിക്കുന്നുണ്ട്. ഇത് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫീ പേയ്മെന്റ് ഒക്കെ ചെയ്യുക. എന്നിട്ട് കൗൺസിലിംഗ് ഡയറക്റ്റായിട്ട് ആ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഹാജരാകുക. ഇതാണ് നിങ്ങളുടെ ഫുൾ പ്രൊസീജിയർ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ നമ്പർ കാണാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൗൺസിലിംഗ് ജോയിൻ ചെയ്യാം. കൗൺസിലിംഗ് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കൂടെ ഇനി ഒരു അഡ്മിഷൻ എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികളെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ കാണാൻ കഴിയും. അപ്പോൾ അവരുമായിട്ട് നിങ്ങൾക്ക് ഒരു കോൺവെർസേഷനിൽ ഏർപ്പെടാനും നിങ്ങളുടെ ഓൾമോസ്റ്റ് പാരൻസിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ഒരു പേടി, ഒരു ആകുലത മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഇതെന്ന് പറയുന്നത്. ബാക്കി നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ വീഡിയോയിൽ പറയാനുള്ളത്. ഇതേപോലത്തെ എന്തെങ്കിലും അഡ്മിഷൻസ് വേറെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അറിയിക്കാം. വീഡിയോ ചെയ്യാൻ കഴിയുവാണെങ്കിൽ ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ അറിയിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.